ഗായ്സ്, ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ബീസ്റ്റിനെയാണ്. മിസ്റ്റർ ബീസ്റ്റിന്റെ ക്ലിപ്പ് കണ്ടു. അത് പറയാനുള്ളത് ഒരു സ്കാമാണ്, ഉഡായിപ്പാണ്. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂലോക ഉഡായിപ്പ്. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം, കണ്ടു. You know how they say it takes 10,000 hours to master something, right? Yeah. Obviously. Everyone says that. And everyone's like proud when they're like, I put 10,000 hours into this thing. Like, I'm going to put 10,000 days into this. Like, literally. I'm going to, like, 10,000 days is like 30 years. And I'm almost 15 years in. Like, I'm literally on a quest to not put in 10,000 hours, but actual 10,000 days into my craft. മിസ്റ്റർ ബീസ്റ്റ് പറയണത് ഉഡായിപ്പാണെന്ന് പ്രൂവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ളൂ. ആള് 10,000 മണിക്കൂർ വർക്ക് ചെയ്യാൻ കാര്യമില്ല പറഞ്ഞത്. 10,000 മണിക്കൂർ വർക്ക് ചെയ്യല്ല, ആള് 10,000 ദിവസം ആള് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ അത്രയും എക്സലൻസിൽ എത്തിയെന്ന് പറഞ്ഞത്. 10,000 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാള് മാസ്റ്റർ എത്തുന്ന പറയുന്നത്. മാസ്റ്റർ എത്തുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ഫീൽഡിൽ ഹെവി ഡൂഡാവും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായ? അപ്പൊ 10,000 മണിക്കൂർ വർക്ക് ചെയ്യണം. ഇയാളെ പറഞ്ഞില്ലേ 10,000 ദിവസമാണ് വർക്ക് ചെയ്യാൻ പറഞ്ഞ ബേസിക്കലി. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി 10,000 പിടിയുന്ന കുറച്ച് പ്രശ്നം പെശകാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു 10,000 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റർ ആവുന്നൊക്കെയാണ് ആള് പറയുന്നത്. അതുകൊണ്ടാണ് സക്സസ് ആയെന്ന് പറയുന്നത്. 10,000 മണിക്കൂർ വർക്ക് ചെയ്തതാണ്. ഇതൊരു കള്ളമാണ്, ഒരു സ്കാമാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യാം. സ്കാം എന്ന് പറഞ്ഞ ഉടായി ആണ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചത്. ഈ 10,000 മണിക്കൂർ വർക്ക് ചെയ്യണ കാര്യം ഫേമസ് ആയത് എങ്ങനെയാണെന്ന് അറിയാം. ഫേമസ് ആയത് ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഔട്ട്ലയേഴ്സ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മനസ്സിലായ? ഔട്ട്ലയേഴ്സ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം എഴുതിയത് മാൽക്കം ഗ്ലാഡ്വെൽ ആണ്. അറിയാം, മാൽക്കം ഗ്ലാഡ് ഔട്ട്ലയേഴ്സിലാണ് പറഞ്ഞേക്കുന്നത് 10,000 തവണ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ എത്തുള്ളൂ. മനസ്സിലായ? അത് ഇപ്പോൾ കിട്ടിയ ഈ കൺസെപ്റ്റ് 10,000 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആവുന്ന കൺസെപ്റ്റ് ഞാൻ പൊളിച്ചിറക്കി തരാം. സിമ്പിളാണ് പൊളിച്ചിറക്കാൻ. നിങ്ങൾ എത്ര ഒരു വൺ പഞ്ച് മാൻ ഉണ്ട്? ഈ വൺ പഞ്ച് മാൻ എഴുതിയ ആളുണ്ട്, വൺ എന്ന് പറയാണ്. ആളുടെ പേര് വൺ എന്ന്. അയാള് 10,000 മണിക്കൂറല്ല, ആള് 10 കൊല്ലാണ് പടം വരച്ചത്. അറിയാം, 10 കൊല്ലം പടം വരച്ചിട്ടും ആളുടെ പടം വരയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മീൻസ് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരു ചെറിയ മാറ്റം വന്നെന്ന് നമുക്ക് പറയാം. ആളുടെ എക്സ്പേർട്ട് വൈകിട്ട് ഒന്നും വൈകിയത് അത് 10 കൊല്ലം പടം വരച്ചിട്ടുണ്ട്. മീൻസ് ആളുടെ എഴുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനത്തിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്താണ്. ഭയങ്കര ഹൈപ്പ് ജനറേറ്റ് ചെയ്യുന്ന എഴുത്താണ് വൺ പഞ്ച് മാൻ്റെ. പക്ഷെ ആളുടെ പടം വര ആൾക്ക് ബെറ്റർ ആക്കാൻ ഒരിക്കലും പറ്റിയിരുന്നില്ല. നിങ്ങൾ മനസ്സിലായോ? അതുകൊണ്ട് ആൾക്കറിയായിരുന്നു ആളുടെ പടം വരെ ബെറ്റർ ആവില്ല ഇതിനും കൂടുതൽ. ആൾക്കൊരിക്കലും അയാളുടെ എഴുത്ത് ഒരിക്കലും അല്ലെങ്കിൽ അയാളുടെ മാങ്ക ഒരിക്കലും അല്ലെങ്കിൽ അയാളുടെ വെബ് കോമിക് ഒരിക്കലും പൊതുജനത്തിന് എത്തിക്കാൻ പറ്റില്ല. കാരണം പൊതുജനത്തിന് ഇഷ്ടാവില്ല ആളുടെ പടം വര. കാരണം ആൾ പടം വരയിൽ ആൾ വലിയ കാര്യമില്ല. മീൻസ് അയാൾക്ക് വലിയ റോളില്ല പടം വരയ്ക്കാൻ, വലിയ ടാലന്റ് ഇല്ല പടം വരയ്ക്കാൻ. ആൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ആൾ കുറച്ച് വെച്ച് നോക്കി ആളുടെ പുസ്തകം വിറ്റ് പോകാൻ വേണ്ടിയിട്ടില്ല, നന്നായി പടം വരയ്ക്കാനൊക്കെ. പക്ഷെ ആൾക്ക് പറ്റിയില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ആൾ യൂസ് കെ മൊറാട്ട ആയിട്ട് കൂട്ടുകൂടിയത്. മനസ്സിലായോ? യൂസ് കെ മൊറാട്ട ആളുടെ ഫാനായിരുന്നു. ഒരു വലിയ മാങ്ക ആർട്ടിസ്റ്റാണ്, ഒരു വലിയ പടം വരക്കാരനാണ്. അയാളുടെ ഒപ്പം കൂട്ടുകൂടിയ കാരണം മാത്രമാണ് അയാളുടെ പുസ്തകം ചെലവായി പോയത്. മീൻസ് ആൾക്ക് വിൽക്കാൻ പറ്റിയ, പിന്നെ ഒരു വലിയൊരു ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഈ വൺ പഞ്ച് മാൻ. ആളുടെ പടം വരെയും ഇയാളുടെ സ്റ്റോറി ടെല്ലിംഗ് കൂടി കൂടിയപ്പോൾ സാധനം ക്ലിക്കായി. മനസ്സിലായോ? മീൻസ് ഈ വൺ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കാണ്ട് ഉള്ള പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല. ആൾക്കതിനുള്ള നാക്കില്ല, ആൾക്കതിനുള്ള കഴിവില്ല, പുള്ളിന്റെ സ്കിൽ സെറ്റ് ഇല്ല, ടാലന്റ് ഇല്ല എന്ന് പറയാം നമുക്ക്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ എക്സാമ്പിളിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? ഇന്ന് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൽക്കം ഗ്ലാഡ്വെലിന്റെ തിയറിക്ക് പെശക് ഉണ്ടെന്നാണ്. മനസ്സിലായോ? ആള് 10,000 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് സക്സീഡ് ചെയ്ത ആൾക്കാരാണ് കഥയെ പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പെർട്ടായ കഥയെ പറയുന്നത്. ആള് ഉൾക്കൊള്ളണില്ല 10,000 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് എക്സ്പെർട്ട് ആവാത്തവരുടെ കഥ ബേസിക്കലി, അല്ലെങ്കിൽ സക്സസ് ആവാത്തവരോ ഇമ്പ്രൂവ് ചെയ്യാത്തവരുടെ കഥ ആള് പറയണില്ല. പിടികിട്ടിയ ആളെടുക്കുന്നത് 10,000 മണിക്കൂർ എടുത്തിട്ട് സക്സസ് ആയവരുടെ കഥയാണ് ആള് ഉൾപ്പെടുത്തുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ പെശക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റീകോൾ ബയാസ് ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000 മണിക്കൂർ വർക്ക് ചെയ്ത് സക്സസ് ആയ ആൾക്കാർ കുറെ പേരുണ്ടല്ലോ. ബിൽ ഗേറ്റ്സ് അങ്ങനത്തെ കുറെ ഡാക്കളാണ് ഇതൊക്കെ പറഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഞാൻ 10,000 മണിക്കൂർ വർക്ക് ചെയ്തു. സെറീന വില്യംസ് അങ്ങനത്തെ കുറെ ഡാക്കളുണ്ട്. പിന്നെ മിസ്റ്റർ ബീസ്റ്റ് നിങ്ങളുടെ ഫേവറേറ്റ് കുറെ അലവലാദികളുണ്ട്. അവരൊക്കെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് ബേസിക്കലി ഞങ്ങൾ 10,000 മണിക്കൂർ. അത് ഒരു ക്ലെയിം ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. അത് ക്ലെയിം ചെയ്തിട്ടുള്ളൂ. ബേസിക്കലി നമുക്ക് അറിയില്ല ഒരിക്കലും അത് 10,000 മണിക്കൂർ വർക്ക് ചെയ്ത കാര്യം. മിസ്റ്റർ ബീസ്റ്റിന്റെ കാര്യത്തിൽ കണ്ടന്റ് കുറെ ആയിട്ടുണ്ടെന്ന് പറയാം നമുക്ക് ബേസിക്കലി. പക്ഷെ നിങ്ങൾ എന്നാലും ആലോചിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ബീസ്റ്റ് 10,000 മണിക്കൂർ
അവളെ വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടന്റ് ഇട്ടിട്ടുണ്ട്, നമുക്കൊരു തെളിവുണ്ട്. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ അതിനനുസരിച്ച് കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. 14 മണിക്കൂറോളം ഇരുന്ന് കണ്ടന്റ് ഇട്ടിട്ട് സക്സസ് ആവാത്ത ആൾക്കാരുണ്ട്. നമ്മളവരെ കാണുന്നില്ല എന്ന് മാത്രം. മനസ്സിലായേ? നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. മനസ്സിലായി? അവരും ഇങ്ങനെ കടന്നിങ്ങനെ ഗ്രൈൻഡൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഭയങ്കര വർക്കൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ സബ്സ്ക്രൈബറൊന്നും കൂടുതലൊന്നും കാണണ്ടാവില്ല. പക്ഷെ മിസ്റ്റർ ബീസ്റ്റിന് അങ്ങനെ കുറെ വീഡിയോ കിട്ടപ്പോൾ സക്സസ് കിട്ടി, മീൻസ് പതുക്കെ സബ്സ്ക്രിപ്ഷൻ കൂടി എന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ഏർലി ഡേയ്സ് ആയിരുന്നു യൂട്യൂബിന്റെ വളർച്ചയിൽ ആർക്കും സക്സസ് നേടാൻ പറ്റി എന്നുള്ളൊരു സത്യമുണ്ട് അതിൽ. അത് ഞാൻ അംഗീകരിച്ചു തരുന്നു. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരെ അതുപോലത്തെ രീതികളൊക്കെ നോക്കിയിട്ടുണ്ടാവും. മിസ്റ്റർ ബീസ്റ്റിന്റെ പോലെ വളരാനൊക്കെ നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റില് കുറെ കാലം ഇരുന്ന് പണിയെടുത്തിട്ടുണ്ടോ, മീൻസ് 14 മണിക്കൂറോളം, എന്നിട്ട് വലിയ നേട്ടമൊന്നും നേടിയിട്ടുണ്ടാവില്ല, വലിയ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലായി? എന്നിട്ട് അവര് 14 മണിക്കൂർ എടുത്തിട്ട് ഒരു ടൈം വേസ്റ്റ് ആയിരുന്നു അവർക്ക്. മീൻസ് ടൈം വേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കുറെ സമയം കളഞ്ഞു കണ്ടന്റ് ഇട്ടിട്ട്. വേസ്റ്റ് ആണ് വേസ്റ്റ് എന്ന് അറിയില്ല, ഒന്ന് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ അതൊന്നും അവര് ആ ചെയ്ത പണിയിൽ വലിയ ഗുണമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അവർക്ക് 14 മണിക്കൂർ പണിയെടുത്തിട്ട്. മനസ്സിലായ? അവർ സക്സസ് ആയി ഉണ്ടാവില്ല, എക്സ്പേർട്ട് ആയി ഉണ്ടാവില്ല. മിസ്റ്റർ ബീസ്റ്റിനാവാൻ ആൾക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് നമുക്ക് പറയാം, തരണുള്ളൂ. അത് അയാൾ ഇങ്ങനെ കുറെ വർക്ക് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ അതുപോലെ ഇഷ്ടംപോലെ വർക്ക് ചെയ്തിട്ട് അവിടെ എത്താതെ വരും. മനസ്സിലായേ? പക്ഷെ റീകോൾ ബയാസ് പറയാൻ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവര് മിസ്റിമെമ്പർ ചെയ്യേണ്ടതായിരിക്കും. അവരേതേ തെറ്റില്ല, അവർ തെറ്റി കുറെ വർക്ക് ചെയ്തപ്പോൾ പറയേണ്ടതായിരിക്കും 14 മണിക്കൂറിനില്ല. കാണുവാൻ പ്രാക്ടീസ് ചെയ്തത് ഒരു ഫീലിംഗ് ഉണ്ട്. ബേസിക്കലി ആ ഫീലിംഗ് കാരണം ഒരു 14 മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളുണ്ടാവും. അവർ തെറ്റ് പറയാൻ പറ്റില്ല, അവരുടെ മെമ്മറി തെറ്റാൻ പറ്റില്ല. അവരുടെ മെമ്മറി മിസ്റിമെമ്പർ ചെയ്യണ്ടാവും. ബേസിക്കലി മീൻസ് അവര് മിസ്റിമെമ്പർ ചെയ്യണ്ടാവും. പിന്നെ അല്ലെങ്കിൽ അവര് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യണ്ടാവും. മീൻസ് കുറെ നേരം വർക്ക് ചെയ്തപ്പോൾ അവർ ചെയ്ത വർക്കിന് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പോൾ അവര് സക്സസ് നേടിയിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. 14 മണിക്കൂർ വർക്ക് ചെയ്തു എന്നൊക്കെ അവർ പറയുകയാണെങ്കിൽ. മനസ്സിലായി? ഒരു ഇൻഫ്ലേറ്റഡ് നമ്പർ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് മെമ്മറിയിൽ നിന്ന്. ബേസിക്കലി റിട്രീവ് ചെയ്യുമ്പോൾ ഒരു ഇൻഫ്ലേറ്റഡ് നമ്പർ അവർ കൊണ്ടുവരുന്നത് അറ്റാച്ച്മെന്റ് കാരണം അത് ചെയ്ത പണിയിൽ. അതാണ് റീകോൾ ബയാസ്. മൂന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്. ഏറ്റവും വലിയ ശുദ്ധപ്പെട്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 മണിക്കൂർ വേണമെന്നാണ് എക്സ്പേർട്ട് ആണെങ്കിൽ. ചിലവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും ചില സബ്ജക്റ്റിനെ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ബാക്കിയുള്ളവരെ കാട്ടും, റിഗാർഡ്ലെസ് ഓഫ് ദ ടൈം ദേ ടുക്ക്. മീൻസ് ചിലവർക്ക് സ്പീഡിൽ കീപ്പപ്പ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും ബാക്കിയുള്ളവരെ കാട്ടും. അതത്രയുള്ളൂ. നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡാണ്, നാച്ചുറൽ ടാലന്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് മിസ്റ്റർ ബീസ്റ്റും മറ്റവരൊക്കെ പറയണ പോലെ പൊട്ടത്തരങ്ങളല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരെങ്ങനെയൊക്കെ ജയിച്ചു വന്നു കുറേ സാഹചര്യങ്ങൾ കാരണം. അത്രേ ഉള്ളൂ. നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ് വലിയ കാര്യമാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡിഫറൻസ്. കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന കേപ്പബിലിറ്റി അത് വ്യത്യസ്തമാണ് ഓരോ ഇൻഡിവിജ്വലിനും ഓരോന്നും. ബേസിക്കലി പിന്നെ അവരുടെ ഫിസിക്സ് ഡിഫറെന്റ് ആണ്. അവരുടെ ശരീര പ്രകൃതവും ശരീര സ്ട്രക്ചറും ഒക്കെ ഡിഫറെന്റ് ആണ്. ബേസിക്കലി മീൻസ് എല്ലാവർക്കും ഒരുപോലത്തെ ശരീരമാണ്. അവർ ഹൈറ്റ് വെയിറ്റ് അതൊക്കെ വ്യത്യാസമുണ്ട്. കൈയുടെ നീളം. മനസ്സിലായ? പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേണിംഗ് കർവ്സ് എല്ലാവർക്കും ഒരുപോലെ അല്ല. ഇപ്പൊ ചില സബ്ജക്റ്റിന് ലേണിംഗ് കർവ്സ് കൂടുതലായിരിക്കും, മറ്റേന് കുറവാന്നൊക്കെ ഇല്ല. അതൊക്കെ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇൻഡിവിജ്വലിനും ലേണിംഗ് കർവ്സ് ഡിഫറെന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ചിലവര് പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും, ചിലവർ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യില്ല. അത്രേ ഉള്ളൂ. അത് അവർ ഈ സബ്ജക്റ്റിലെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും ചോദ്യമുണ്ട്. ബേസിക്കലി എല്ലാ സബ്ജക്റ്റിലും എല്ലാവരും ഒരുപോലെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായി? ചിലവർ ഫാസ്റ്റ് ആയിരിക്കും മറ്റുള്ളവരെക്കാട്ടും. അത്ര ഉള്ളൂ കാര്യം. പിന്നത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സസും പ്രിവിലേജും. ബേസിക്കലി റിസോഴ്സസും പ്രിവിലേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി. ചിലവർക്ക് വേറെ റിസോഴ്സസ് ഉണ്ടാവും, റിസോഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് സമയം ഉണ്ടാവും കൂടുതൽ ചിലവാക്കാൻ. എല്ലാവർക്കും പ്രിവിലേജ് ഒന്നും ഇല്ല ഒരു കാര്യം ചെയ്യാനില്ലേ. ബേസിക്കലി ഇപ്പൊ 10,000 hours സമയം കളയാനൊക്കെ. ബേസിക്കലി മീൻസ് ഒരു കാര്യത്തിന് തന്നെ ഇരുന്ന് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും എല്ലാവർക്കും സമയമൊന്നുമില്ല. മനസ്സിലായില്ലേ? റിസോഴ്സും ഇല്ല, പ്രിവിലേജും ഇല്ല അവർക്ക്. അതുമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പറ്റിയ ട്രെയിനിങ് ആയിരിക്കണം. ബേസിക്കലി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ട്രെയിനിങ് കിട്ടണം, സൂട്ടബിൾ ആയിട്ടുള്ള ട്രെയിനിങ്. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ഉള്ള കാര്യം. ബേസിക്കലി മനസ്സിലായ? ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ബേസിക്കലി ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ടൈം, ആക്സസ് ടു ട്രെയിനിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എത്ര വലിയ ടാലന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും വയ്ക്കാനും പറ്റില്ല. ബേസിക്കലി ഒരു 3 ട്രെയിനിങ് ആണെങ്കിൽ അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ ചിലപ്പോൾ റിട്ടാർഡേഷൻ നടക്കും. മീൻസ് ട്രെയിനിങ് വളരെ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുള്ളൂ. ബേസിക്കലി മനസ്സിലായോ? ഇതൊന്നും എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ആക്സസ് ടു ട്രെയിനിങ്ങും ടൈമും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ ഭാഗ്യമാണ്. ബേസിക്കലി കുറേക്കൊക്കെ എല്ലാവർക്കും കിട്ടുന്നില്ല. ബേസിക്കലി ഇതൊക്കെ വെച്ച് നമുക്ക് കളിക്കാനേ പറ്റുള്ളൂ നമ്മുടെ സാഹചര്യം അനുസരിച്ച്. ചിലർക്ക് ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാവും.
ഇതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളില്ലേ. എന്നിട്ട് നിങ്ങൾ വെറുതെ കണ്ണടച്ച് ഈ വലിയ സക്സസ്ഫുൾ ആയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങൾ മിഴുങ്ങാണ് ബേസിക്കലി. വെറുതെ കണ്ണടച്ച് മിഴുങ്ങുക, ഇതന്നെ കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാജാവിന്റെ മക്കളുള്ള, എല്ലാവരും ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യണില്ലേ, എല്ലാവരും അപ്പർ മിഡിൽ ക്ലാസ്സിനല്ലേ ജയിക്കണം, എല്ലാവരും മിഡിൽ ക്ലാസ്സിലെ ജയിക്കണം. പല വെറൈറ്റിയാണ് ബേസിക്കലി. മനസ്സിലാക്കുക, എല്ലാവർക്കും ലക്ഷറി ഇല്ല ഒരു കാര്യത്തിന് എഫേർട്ട് കൊടുക്കാൻ, 10,000 മണിക്കൂർ കൊടുക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് നിന്ന് മനസ്സിലാക്കിയേ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10,000 റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. മാർക്കറ്റിംഗ് ഗിമിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക ബേസിക്കലി. ഒരു മാർക്കറ്റിംഗ് റീസണിന് വേണ്ടിയിട്ട്, ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുക ബേസിക്കലി. അവരുടെ പുസ്തകവും സ്ലോഗണൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവര് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ബേസിക്കലി. 10,000 അവർ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എന്തുകൊണ്ടാണ്, ബേസിക്കലി ഒരു ക്യാച്ചി സ്ലോഗനാണ്. 10,000 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. അല്ലാണ്ട് വേറെ എന്തിട്ടാണ്, ഒന്നുമില്ലേ. അതിൽ കുറെ ആളല്ലോ ആദ്യമുണ്ട് 10,000 മണിക്കൂർ. ഇപ്പം മിസ്റ്റർ ബീസ്റ്റ് പറഞ്ഞാണ്. പിന്നെ വേറെ കുറെ ഫിനാൻസ് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്, ഫിനാൻസ് യൂട്യൂബേഴ്സ് ഒക്കെ. അവരൊക്കെ ഈ പരിപാടിയാണ് ബേസിക്കലി. ഈ 10,000 മണിക്കൂർ അവരൊക്കെ 10,000 മണിക്കൂർ എന്നല്ല എടുക്കുക ബേസിക്കലി. അവരിത് പറഞ്ഞു വിറ്റ് പുസ്തകം വിൽക്കുകയും ചെയ്യും, സ്ലോഗൻസും വിൽക്കും. അവരെ കാശിട്ട് അവരുടെ പോക്കറ്റിൽ കാശാക്കി അവർ പോകും ബേസിക്കലി. ഇതന്നെ നടക്കാൻ പോകുള്ളൂ. മനസ്സിലായ? അതൊരു ഹുക്കാണ്, ബുക്കും സ്ലോഗൻസും വിൽക്കാൻ. അതാണ് നിങ്ങൾ പഠിച്ചു വരേണ്ടത്. മനസ്സിലായ? ഇത് വെറും ഓവർ സിംപ്ലിഫിക്കേഷൻ ആണ് ബേസിക്കലി. സ്കിൽ അക്വിസിഷനും മാസ്റ്ററിനെ കുറിച്ച് 10,000 മണിക്കൂർ മതി എന്നൊക്കെ ബേസിക്കലി പൊട്ടത്തരങ്ങള്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് റിയൽ പാത്ത് മാസ്റ്ററി നേടാം ബേസിക്കലി? അത് നേടാൻ വഴിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഈ ഫാക്ടേഴ്സുകളൊക്കെ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഹാർഡ് വർക്ക് ഒന്നല്ല. മനസ്സിലായ? വെറുതെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിലോ, നിങ്ങൾ ചെയ്യണ വർക്കിൽ ചെറിയ ബെനിഫിറ്റ് കിട്ടണമെന്നെങ്കിലോ വലിയ കാര്യമില്ല. കുറച്ച് സമയം പോകൊണ്ട് ചെറിയ ബെനിഫിറ്റ് കിട്ടുന്നു ബേസിക്കലി. നിങ്ങളുടെ സ്ട്രെങ്ത് നോക്കി നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ റിയൽ പാത്ത് മാസ്റ്ററിക്ക് കണ്ടമാനം ഫാക്ടേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സസ് ടു ട്രെയിനിങ് ഉണ്ട്, കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ട്, പിന്നെ നാച്ചുറൽ ടാലന്റ് ഉണ്ട്, പിന്നെ പ്രിവിലേജും റിസോഴ്സസ് ആവശ്യമുണ്ട്, പിന്നെ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ക്വാളിറ്റിയും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ മാസ്റ്റർ ആകാൻ പറ്റുന്നത് ബേസിക്കലി. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ കണ്ടെത്താൻ എന്നിട്ട് വർക്ക് ചെയ്യുക, അല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്യല്ലേ വെറുതെ പൊട്ടണ്ട പോലെ. മനസ്സിലായ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാം. പിന്നെ ഇതുപോലത്തെ വല്ല പോപ്പുലർ തിയറീസും മിത്തും എല്ലാം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യും, അത് പൊളിച്ചിറക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് അതുവരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ക്യൂരിയസ് ആവാൻ നോക്കുക. പിന്നെ എല്ലാത്തിനും കുറച്ച് സംശയത്തോടെ നോക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല ബേസിക്കലി. എന്തെങ്കിലും ഫ്ലോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നോക്കാം. അല്ലാണ്ട് എല്ലാത്തിനും പിടിച്ച് ഫ്ലോ കണ്ടെത്താനില്ല. ഇതുപോലത്തെ വലിയ ആൾക്കാർ പറഞ്ഞ കാരണം ഞാൻ അത് സത്യമായിരിക്കും വിശ്വസിക്കുന്നത് ബേസിക്കലി. അവർ പറയുന്നത് ചിലപ്പോൾ മുത്ത തട്ട മണ്ടത്തരം അല്ലെങ്കിൽ പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അതൊക്കെ നിങ്ങൾ വെറുതെ മിഴുങ്ങരുത്. അപ്പോൾ സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് സ്റ്റേ ക്യൂരിയസ് ബ്രോ ആൻഡ് സിസ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.